ഹായ് ഫ്രണ്ട്സ്, ഐ എം ശ്രീരാഗ്. ഞാൻ മെൻഷാക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് പുതിയൊരു സി സീരീസിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നു. എന്താണ് സി പ്രോഗ്രാമിംഗ്, എങ്ങനെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് സി പ്രോഗ്രാമിംഗ് നമുക്ക് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ പോർഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ സീരീസിൽ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം ടു അവർ ന്യൂ സീരീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിംഗിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് നമുക്ക് ഫസ്റ്റ് അറിയാം. ഓക്കെ, വാട്ട് ഈസ് പ്രോഗ്രാമിംഗ്, എന്തിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് പേരുണ്ടായിരിക്കും, ഒന്ന് സിസ്റ്റവും പിന്നെ ഒന്ന് യൂസറും. ഇപ്പോൾ സിസ്റ്റം യൂസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോർഷൻ പറയാം. ഒന്ന് ATM-ഉം പിന്നെന്താണ്, പിന്നെ ഒന്ന് യൂസറും. ഓക്കെ, ATM-ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ATM-ലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ATM നമ്മളോട് ചോദിക്കും, കാർഡ് ഇടാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കാർഡ് ഇടും. കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അവർ പറയും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. ലാംഗ്വേജ് സെലക്ട് ചെയ്തെന്ന് പറയും ഏത് അക്കൗണ്ട് ആണെന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കമ്പ്യൂട്ടർ നമുക്ക് ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ ആരാണ് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നത്? ഓക്കെ, ഇപ്പൊ കമ്പ്യൂട്ടറിന് റാൻഡം ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അറിയില്ല എന്നറിയാം. പക്ഷെ ഈ കമ്പ്യൂട്ടറിനെ ഇപ്പൊ നമ്മൾ കാർഡ് ഇടാനും ആ കാർഡ് ഇട്ട ശേഷം നമുക്ക് സെലക്ട് ലാംഗ്വേജ് കൊടുക്കാനും ഇതൊക്കെ കമ്പ്യൂട്ടറിനെ ആരാണ് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നത് ഡെവലപ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ ഒരു ഡെവലപ്പേഴ്സ് ഇങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യണത് എന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിന് കുറച്ച് ലാംഗ്വേജ് അറിയാം. ഓക്കെ, ഏറ്റവും നമ്മൾ ബേസിക്സിലേക്ക് പോവുകയാണെങ്കിൽ 0101 ഒക്കെയാണ്. അപ്പോൾ അത്ര ഞാൻ പോകുന്നില്ല. കമ്പ്യൂട്ടറിന് നമ്മളെ ഹ്യൂമൻസിന് അറിയുന്ന പോലെ കുറച്ച് ലാംഗ്വേജസ് അറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം നമുക്ക് ഹ്യൂമൻസിന് അറിയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിനും കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജസ് ആണ് സി, പൈത്തൺ, ജാവ സ്ക്രിപ്റ്റ്, ജാവ, റൂബി, ഗോ എന്ന് പറഞ്ഞിട്ടൊക്കെ ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലാംഗ്വേജ് ആണ് സി. ഓക്കെ, സിയും ജാവയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലാംഗ്വേജ്. അപ്പോൾ സി പ്രോഗ്രാമിംഗ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാം. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബാക്കി എല്ലാ ലാംഗ്വേജും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സി പ്രോഗ്രാമിംഗ് നമുക്ക് പഠിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ലാംഗ്വേജസ് നിങ്ങൾക്ക് ഡെപ്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് സ്റ്റാക്കും ഏത് പോർഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഇൻഡെപ്ത് ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സി പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് VS കോഡ് അല്ലെങ്കിൽ എക്ലിപ്സ് ഇങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം പോകും. അപ്പൊ നമുക്ക് അതൊക്കെ ഒരു വലിയൊരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ പറയാം. തൽക്കാലം നിങ്ങൾ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ GDB കമ്പൈലർ എന്ന് കൊടുക്കാം. GDB കമ്പൈലർ. ഓക്കെ, GDB കമ്പൈലർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന സൈറ്റ് കണ്ടില്ലേ, GDB ഓൺലൈനർ ഡീബഗർ കമ്പൈലർ കോഡ് കമ്പൈൽ റൺ ഡീബഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്യാം. ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേറൊരു വിൻഡോ ആയിരിക്കും വരിക. നിങ്ങളൊന്ന് ജസ്റ്റ് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോർഷൻ കാണാം. ഇതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കോഡെല്ലാം ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും. ഇതിൽ ഈ മുകളിലത്തെ സെക്ഷനൊക്കെ ഒന്ന് കളഞ്ഞോളൂ. തൽക്കാലം ഒന്ന് സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് അടിക്കുക, കളയാം. ബാക്കിയുള്ള കോഡ് കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇൻക്ലൂഡ് stdio.h. നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും ഇൻക്ലൂഡ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനെ കുറിച്ചിട്ടൊന്നും ഫസ്റ്റ് പറയുന്നില്ല. ഇൻക്ലൂഡ് stdio.h എന്താണ്, ഇന്റ് മെയിൻ എന്താണ്, റിട്ടേൺ എന്താണ്, ഈ ഒരു കേർലി, ഇതൊന്നും ഞാൻ ഫസ്റ്റ് പറയുന്നില്ല. ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ, നമുക്കൊരു ബേസിക് തൊട്ടിട്ട് തുടങ്ങണ്ട. നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രോഗ്രാമിന് ഔട്ട്പുട്ട് കിട്ടാം, ഓക്കെ, എങ്ങനെ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം, അതൊക്കെ പഠിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻഡെപ്ത് ആയിട്ട് നോക്കിയാൽ മതി. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് stdio.h എന്താണ്, അതേപോലെ തന്നെ ഇന്റ് മെയിൻ, അതേപോലെ തന്നെ റിട്ടേൺ 0, ഓക്കെ, ഇതൊക്കെ എന്താണ് ഇൻഡെപ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ബോർ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടി വരും. അത് റിലേറ്റഡ് ഇത് വേറെ പോർഷൻസ് സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ആസ് ഒരു സ്റ്റുഡന്റ്, ഒരു ബിഗിനർ എന്ന രീതിയിൽ ഫസ്റ്റ് തന്നെ ഒന്നിന്റെയും ഇൻഡെപ്തിലേക്ക് പോകണ്ട. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു എന്തെങ്കിലും പഠിക്കാന്ന് വിചാരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാം, നമുക്ക് അതിന്റെ ആ ഒരു ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്യണം, ആക്സിലേറ്റർ ഇതാക്കണം, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കാർ മൂവ് ചെയ്യും. ഇത്ര കാര്യം അറിയാം. ഇത്ര കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാറിന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട, ആക്സിലേറ്റർ എങ്ങനെ ചവിട്ടുമ്പോൾ എങ്ങനെ വണ്ടി മൂവ് ചെയ്യുന്നു, ഗിയർ ഇതാക്കുമ്പോൾ എന്തൊക്കെയാണ് എഞ്ചിനിലെ മാറ്റം, ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഡ്രൈവിംഗ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതിനുശേഷം മെല്ലെ 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 പഠിച്ചാൽ മതി. ഫസ്റ്റ് തന്നെ നിങ്ങൾ എല്ലാതും ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര രീതിയിൽ ഫസ്റ്റ് ഒരു ബിഗിനർ എന്ന രീതിയിൽ നല്ല രീതിയിൽ മടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സി പ്രോഗ്രാമിംഗ് വെച്ചിട്ട് ഒരു ചെറിയ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു സൊല്യൂഷൻ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഇൻക്ലൂഡ് stdio.h, ഇന്റ് മെയിൻ, ഈ ഒരു കർലി ബ്രാക്കറ്റ്, ഓപ്പൺ ക്ലോസ്, ഈ റിട്ടേൺ 0, ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ
ഫോക്കസ് ചെയ്യേണ്ട. ആകെ ചെയ്യാനുള്ളത് ഈ ഒരു കേർലി ബ്രാക്കറ്റിലൂടെ ഈ ഒരു കേർലി ബ്രാക്കറ്റ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് എല്ലാം ചെയ്യുക ഈ ഒരു പോർഷനിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇവിടെ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ പോർഷൻ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ പോർഷൻ. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ കമ്പ്യൂട്ടർ യൂസർക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ട് ആണ് നമ്മൾ എന്തിൽ വരിക, പ്രിന്റ് എഫിൽ വരിക. ഇപ്പോ ഞാൻ നേരത്തെ ATM ഇതിൽ പറഞ്ഞായിരുന്നു, നമ്മളൊരു ATM മെഷീനിൽ ചേരുമ്പോൾ അവർ ചിലപ്പോൾ വെൽക്കം എന്നൊക്കെ പറയും. ഓക്കെ, ഈ വെൽക്കം എന്നൊക്കെ സ്ക്രീനിൽ ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് യൂസർക്ക് കാണിച്ചു കൊടുക്കണതല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കാർഡ് ഇട്ടു, ആ കാർഡ് ഇട്ടിട്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ പറയില്ലേ സെലക്ട് ലാംഗ്വേജ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതൊക്കെ കമ്പ്യൂട്ടറിന് കാണണമെങ്കിൽ അതൊക്കെ ഔട്ട്പുട്ട് ആണ്, കമ്പ്യൂട്ടർ നമുക്ക് യൂസർക്ക് തരുന്ന പോർഷൻസ് ആണ്. അപ്പൊ പ്രിന്റ് എഫിൽ ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഇനി ഇത് എങ്ങനെയാണ് യൂസർക്ക് കാണാന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സി ആണ്. സി സെലക്ട് ചെയ്യുക, കണ്ടില്ലേ താഴത്ത് നമുക്കിവിടെ ടെർമിനലിലെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വന്നു. ഓക്കെ, ഇനി ഈ ഒരു പ്രിന്റ് എഫിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഹലോ വേൾഡിന് പകരം വെൽക്കം ടു ഓക്കെ വെൽക്കം എന്തെങ്കിലും കൊടുക്കാം, വെൽക്കം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്താം, ഒന്ന് റൺ ചെയ്യാം. ഇവിടെ നോക്കി നോക്കൂ, വെൽക്കം. ഓക്കെ, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടെ നോക്കി നോക്കൂ, ഞാനിങ്ങനെ വേർഡ്സ് എല്ലാം എഴുതുമ്പോൾ ഡബിൾ കോഡ്സിലാണ് എഴുതുന്നത്. കാരണം ഈ ഡബിൾ കോഡ്സിലല്ലാതെ ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ, ഈ ഡബിൾ കോഡ്സ് കളഞ്ഞിട്ട് ഞാൻ വെൽക്കം എഴുതി കഴിഞ്ഞാൽ അതൊരു എററാണ്. കാരണം കമ്പ്യൂട്ടറിന് ഈ ഒരു വെൽക്കം എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങളും ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കുക. നിങ്ങളൊരു വേർഡോ ഒരു സെന്റൻസോ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡബിൾ കോഡ്സിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങളൊരു വേർഡോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ നിങ്ങൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിനെ ഡബിൾ കോഡ്സിൽ ഇട്ട് കൊടുക്കുക. തൽക്കാലം നിങ്ങൾ ആ ഒരു പോർഷൻസ് അങ്ങനെ തന്നെ മനസ്സിലാക്കിയായിരിക്കും ബെറ്റർ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ സെന്റൻസ് എഴുതണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേർഡ് എഴുതണം, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ കോഡ്സിനുള്ളിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ ക്യാരക്ടർ ഒക്കെയാണ്, ഞാൻ ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് തന്നെ ബോർ അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരു സെന്റൻസോ വേർഡോ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡബിൾ കോഡ്സിൽ ഇട്ട് കൊടുക്കുക. ഇത്ര മാത്രം ഫസ്റ്റ് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് യൂസർക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോ യൂസർ ഇപ്പൊ എന്തെങ്കിലും വാല്യൂ, ഇപ്പോൾ നിങ്ങൾ ATM കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും, നിങ്ങളുടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യും. അപ്പൊ ഈ പിൻ നമ്പർ ടൈപ്പ് ചെയ്യണതൊക്കെ കമ്പ്യൂട്ടർ എടുക്കണ്ടേ. നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് കൊടുത്തു, അപ്പൊ യൂസർ കൊടുക്കുന്ന വാല്യൂസ് കമ്പ്യൂട്ടർ എടുക്കണ്ടേ. അത് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്കാൻഎഫ്. ഓക്കെ, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കാൻഎഫ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞത്, ഒന്ന് പ്രിന്റ് എഫ്, ഒന്ന് സ്കാൻഎഫ്. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസർക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ട്, സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ യൂസർ കമ്പ്യൂട്ടർക്ക് കൊടുക്കുന്ന ഇൻപുട്ട്. ഇപ്പോൾ യൂസർ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കമ്പ്യൂട്ടർ എടുക്കുന്നത് ഈ ഒരു സ്കാൻഎഫ് വഴിയാണ്. ഇപ്പൊ നമുക്കൊരു നമ്പർ എന്തെങ്കിലും തന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് യൂസർ കുറച്ച് ഇൻഫർമേഷൻസ് തന്നു. ഇതൊക്കെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഫ്രണ്ട്സിന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു വിചാരിക്കാം. ഇപ്പോ ഒരു കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് നമ്മളുടെ എന്തെങ്കിലും ഒരു ഐറ്റംസ് കൊടുത്തു വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാടുണ്ട്, അപ്പൊ അവൻ എന്ത് ചെയ്യും, ഇതെല്ലാം ഒരു ബോക്സിലാക്കിയിട്ടായിരിക്കും കൊണ്ടുപോവുക. ഓക്കെ, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയോ, ഇതിങ്ങനെ ഞാൻ എങ്ങനെയാണ് കൊടുത്തത് അതേപോലെ തന്നെ കൊടുക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ. അതെന്തെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതൊരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു പെട്ടിയിലോ സ്റ്റോർ ചെയ്ത് വെക്കും. അതേപോലെ തന്നെ യൂസർ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു പേരിൽ നമുക്ക് അസൈൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വാല്യൂ നമുക്ക് പല സ്ഥലത്ത് റീയൂസബിൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വാല്യൂസിനെ നമുക്ക് പല സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസർ കൊടുക്കുന്ന വാല്യൂസിനെ എങ്ങനെയാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ അതിന് നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, ഞാൻ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്ന ഒരു വേർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വാല്യൂസ് നമ്മൾ യൂസർ കൊടുക്കുന്ന വാല്യൂസിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോ ഇവിടെ വന്നിട്ട് ഞാനിപ്പോ ഒരു യൂസർ ഒരു നമ്പർ കൊടുത്തു, 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു. അപ്പൊ 10 എന്ന് പറഞ്ഞ നമ്പർ ഇവിടേക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പൊ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ ടൈപ്പ് എന്താണ്, ഓക്കെ, യൂസറിന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും, നമ്പർ ടൈപ്പ് ചെയ്യാം, ഓക്കെ, വേർഡ്സ് ടൈപ്പ് ചെയ്യാം, ഇതൊക്കെ അല്ലേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്പർ ആണ് കൊടുക്കണമെങ്കിൽ അതിനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇന്റിജർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇന്റിജർ ഉണ്ടായിരിക്കും, ഫ്ലോട്ട് ഉണ്ടായിരിക്കും, ക്യാരക്ടർ ഉണ്ടായിരിക്കും. ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 to 100 എന്നുള്ള നമ്പേഴ്സ് ആണ് ഇന്റിജർ ഉണ്ടായിരിക്കുക. നേരത്തെ പറഞ്ഞു ഇന്റിജർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ആണ്, 1 to 100 അല്ല, എല്ലാ നമ്പേഴ്സും എന്താണ്
നമുക്ക് ഇൻഡിജേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ 1 2 4 3 4 5 6 ഒക്കെ കൊടുക്കുന്നത് ഇപ്പൊ 20 ഏത് നമ്പർ കൊടുത്താലും അതൊക്കെ ഇൻഡിജേഴ്സ് ആണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ അല്ലേ, അതൊക്കെയാണ് ക്യാരക്ടർ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇൻഡിജർ എങ്ങനെ ഒരു യൂസർ ഒരു നമ്പർ തന്നാൽ അതിനെ എങ്ങനെ സിസ്റ്റത്തിൽ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം, അതിനെങ്ങനെ നമുക്ക് തിരിച്ച് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇന്റ്. ഓക്കെ, കാരണം നമ്മൾ യൂസർ കൊടുക്കുന്നത് ഏതാ, ഒരു നമ്പർ ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്തത്, ഇവിടെ ഡാറ്റ ടൈപ്സ് ഇന്റ് യൂസ് ചെയ്തത്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, പേര് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹലോ എന്നോ ഹായ് എന്നോ ഓക്കെ എന്നോ വാട്ട് എവർ ഏത് പേര് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ച് റൂൾസ് ഉണ്ട് ഇവിടെ. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് റൂൾസ് ഉണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ നം1 ഓക്കെ, അല്ലെങ്കിൽ വേണ്ട ഒരു ABC എന്നോ അല്ലെങ്കിൽ A എന്നോ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് B. ഓക്കെ, ഞാൻ ഇപ്പൊ രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്റ് A, B. ഇവിടെ എയും ബിയും കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെമി കോളൻ. നമ്മൾ എപ്പോഴും ഒരു കോഡ് സീൽ ചെയ്യുകയാണെങ്കിൽ ഒരു സെമി കോളൻ ആണ് ലാസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അത് എന്തിനാന്ന് വെച്ചാൽ ഒരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂഷൻ കഴിഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സെമി കോളൻ മാൻഡറ്ററി ആയിട്ട് എവിടെ കൊടുക്കണം, ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൊടുക്കണം. ഇപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു കാര്യം മനസ്സിലായി, എയും ബിയും എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതെന്താണ്, ഇൻഡിജർ ആണ്. ഓക്കെ, ഇനി നമ്മൾ യൂസർ തരുന്ന വാല്യൂസ്, ഓക്കെ, രണ്ട് നമ്പറാണ് യൂസർക്ക് തരാൻ പാടുള്ളൂ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം, പ്ലീസ് എൻ്റർ ദ ടു നമ്പേഴ്സ്. ഓക്കെ, പ്ലീസ് എൻ്റർ ദ ടു നമ്പേഴ്സ്. ഇനി എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ്എഫിൽ എന്ത് വരും, പ്ലീസ് എൻ്റർ ദ ടു നമ്പേഴ്സ് വരും. ഇനി ഈ ഒരു പോർഷൻ എന്ത് ചെയ്യും, ഇവിടെ %d. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരും, %d ഇവിടെ വീണ്ടും %d. എന്തിനാണ് ഞാനിവിടെ %d എന്ന് കൊടുത്ത ഡൗട്ട് വരും. ഇത്ര മാത്രം മനസ്സിലാക്കാം. ഇന്റ് ആണെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നത് എന്താണ്, %d ആണ് കൊടുക്കുന്നത്. തൽക്കാലം ഇങ്ങനെ തന്നെ മനസ്സിലായി. നിങ്ങൾ കോഡിങ്ങിൽ നിങ്ങൾ എല്ലാ പോർഷൻസും ഇൻഡെപ്തിലേക്ക് പോകണ്ട. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇൻഡിജർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ യൂസറിൽ നിന്ന് വാല്യൂ വാങ്ങുമ്പോൾ സ്കാൻഎഫിൽ കൊടുക്കേണ്ടത് %d ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ രണ്ട് വാല്യൂസ് വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് രണ്ട് വട്ടം %d ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഒരു ഇതെല്ലാം നമ്മൾ എവിടെ ചെയ്യണത്, ഡബിൾ കോഡ്സിനുള്ളിലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു കോമ ഇടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു എയിലേക്കും ബിയിലേക്കും അല്ല നമ്മൾ വാല്യൂസിന് അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആൻഡ് എ കോമ ആൻഡ് ബി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് എൻ്റർ ദ ടു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് നമ്പറിനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഏത് കോഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സെമി കോളൻ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റൺ ചെയ്യാം. കണ്ടില്ലേ, പ്ലീസ് എൻ്റർ ദ ടു നമ്പർ. ഞാൻ രണ്ട് നമ്പർ കൊടുക്കും, 14 25 കഴിഞ്ഞു. പക്ഷെ കാരണം ഈ രണ്ട് നമ്പർ കമ്പ്യൂട്ടർ എയിലേക്കും ബിയിലേക്കും വെച്ചു. ഇനി അടുത്ത പ്രോസസ്സ് ഞാൻ ചെയ്തിട്ടില്ല. നോക്കി നോക്കൂ, ആദ്യം പ്രിന്റ്എഫിൽ പ്ലീസ് എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞു. അതിനുശേഷം യൂസറുടെ കയ്യിൽ നിന്ന് ഞാൻ ചെയ്യുന്നുണ്ട്, രണ്ട് വാല്യൂസിനെ വാങ്ങിയിട്ടുണ്ട്. ഈ എയിലേക്കും ബിയിലേക്കുമാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, വാല്യൂസിനെ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്കാൻഎഫിൽ %d ഇൻഡിജർ ആണെങ്കിൽ നമ്മൾ %d ആണ് കൊടുക്കുക. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിളിലേക്കാണ് നമുക്ക് വാല്യൂസിനെ എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, %d എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ എയിലും ബിയിലും ഇപ്പൊ എന്തുണ്ട്, എയിൽ 14 വരും, ബിയിൽ എന്ത് വരും, 25 വരും. കാരണം ആദ്യം എ ആണ് കൊടുത്തത്, പിന്നെ ബി ആണ്. ഓക്കെ, അപ്പൊ എയിൽ എന്ത് വന്നു, 14 വന്നു, ബിയിൽ 25 വന്നു. ഇനി അത് തിരിച്ചിവിടെ പ്രിന്റ്എഫിൽ വീണ്ടും കൊടുക്കാം. പ്രിന്റ്എഫിൽ യു എൻ്റേർഡ് ദ നമ്പർ എന്നോ, യു എൻ്റേർഡ് ദ നമ്പർ ഈസ്. ഓക്കെ, ഇനി നമുക്കത് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ട് നമ്പർ ഇല്ലേ, എയും ബിയും ഇല്ലേ. അപ്പൊ ഞാൻ വീണ്ടും %d ഈ ഒരു എനും ഇങ്ങനെ ഇൻഡിജറിനെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴും എന്ത് കൊടുക്കണം, %d കൊടുക്കണം. ഓക്കെ, എന്ത് ചെയ്യുക, കോമ ഇട്ടിട്ട് A, B. ഇവിടെ ശ്രദ്ധിക്കണം, എന്ത് വേണ്ട, പ്രിന്റ്എഫിൽ ആൻഡ് സിമ്പിൾ വേണ്ട. എൻ്റർ ചെയ്തു. ഇനി ഞാൻ വീണ്ടും റൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണല്ലേ, സ്കാൻഎഫിന്റെ ഈ ഒരു പോർഷൻ നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒരു എറർ വന്നത്. ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാൻ. കണ്ടില്ലേ, പ്ലീസ് എൻ്റർ ദ ടു നമ്പർ 40 50. ഓക്കെ, കണ്ടില്ലേ, യു എൻ്റർ ദ നമ്പർ ഈസ് 40 50. ഓക്കെ, ഇവിടെ സ്പേസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. സ്പേസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഇവിടെ വന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു %d, ഈ ഒരു %d ആണ് എ, ഈ ഒരു %d ആണ് ബി. ഈ ഒരു %d ഈ ഒരു എ ആയിട്ടും ഈ ഒരു %d ഈ ഒരു ബി ആയിട്ടായിരിക്കും വരിക. ജസ്റ്റ് റൺ ചെയ്യാം. വീണ്ടും ഞാൻ ടൈപ്പ് ചെയ്യാം, 47 96. കണ്ടില്ലേ, 47 96. ഇത്ര പോർഷൻസ് നോക്കി നോക്കൂ. നമ്മൾ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞു, രണ്ട് നമ്പർ ചോദിച്ചു,
നമ്മൾ എന്ത് കൊടുത്തു? രണ്ട് നമ്പറിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ രണ്ട് വേരിയബിൾക്ക് എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു രണ്ട് വേരിയബിളിലേക്കും നമ്മൾ വാല്യൂസിനെ അസൈൻ ചെയ്തു. അത് തന്നെ പ്രിന്റ് ചെയ്ത് കൊടുത്തു. സിമ്പിൾ. ഇത്രയായിരിക്കണം ഒരു പ്രൊജക്ട്, ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന നമ്പർ ഏതായാലും അതിന്റെ സമ്മ് കാണണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ സമ്മ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും ഓക്കെ ഇവിടെ വന്നിട്ട് ഈ രണ്ട് നമ്പറിനെ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഈ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോ എനെയും ബിനെയും നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ എന്ത് കൊടുക്കാം? എ പ്ലസ് ബി എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ എയിൽ എത്ര വാല്യൂ ഉണ്ട്? എയിൽ ഇപ്പൊ നമ്മളൊരു 10 കൊടുത്തു, ബിയിൽ ഒരു 20 കൊടുത്തു. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയായി? 30 ആയി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 30 ആയി. അപ്പൊ ഈ ഒരു 30 എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ലേ. അപ്പൊ ഈ ഒരു 30നെയും എനിക്ക് എന്ത് ചെയ്യണം? ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 + 20 30 ആണ്. ആ ഒരു 30നെ എന്ത് ചെയ്യണം? എനിക്കൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. നമ്മളിപ്പോ ആ ഒരു വാല്യൂവിനെ നമുക്ക് പല സ്ഥലത്തും യൂസ് ചെയ്യണം. അപ്പൊ അതിനൊരു പേരിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സ്ഥലത്തും വളരെ ഈസി ആയിട്ട് ആ ഒരു വാല്യൂസിനെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് എയിലും ബിയിലും എന്ത് ചെയ്തു? വാല്യൂ വന്നു. ഇനി ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സം. SUM സം. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഈ SUM സം എന്താണ്? ഇന്റിജർ ആണ്. സം അസൈൻ എ പ്ലസ് ബി എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? സമ്മ്. ഓക്കെ, ഇതിനെ പറയുന്ന പേര് ഈക്വൽ ടു എന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, കോഡിംഗ് ഒക്കെ കുറച്ച് അറിയുന്ന ആൾക്കാർക്ക്. നമ്മൾ സാധാരണ ഇതിനെ പറയുന്ന പേര് ഈക്വൽ ടു എന്നല്ല, അസൈൻ എന്നാ. ഇത് എ പ്ലസ് ബി. എപ്പോഴും കോഡ് എക്സിക്യൂട്ട് ചെയ്യുക റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാ. അപ്പൊ എയും ബിയും സമ്മിലേക്ക് എടുത്തു വെച്ചു. എയിൽ എന്തുണ്ട്? ഇപ്പൊ 10 ആണ്, ബിയിൽ 20 ആണ്. അപ്പൊ 10 + 20 ഇതിലേക്ക് എടുത്തു വെച്ചു, സമ്മിലേക്ക് എടുത്ത് വെച്ചു. ഇപ്പൊ നോക്കി നോക്കൂ, എ പ്ലസ് ബി എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സമ്മിലേക്ക് അസൈൻ ചെയ്തു. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? അസൈനിങ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്ന പേര്. ഓക്കെ, അപ്പൊ സമ്മിൽ ഇപ്പൊ എന്ത് വാല്യൂ ഉണ്ട്? സമ്മിൽ ഇപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പൊ സമ്മിലാണുള്ളത്. അപ്പൊ നമുക്ക് ഈ സമ്മിനെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? ദ ടോട്ടൽ നമ്പർ ഓഫ് എ പ്ലസ് ബി എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഞാനിവിടെ സം എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കണം, സം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്, ഇന്റിജർ ആണ്. നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, %d എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം? റൺ ചെയ്യാം. എൻ്റർ ദ 2 നമ്പർ 25 35. എൻ്റർ ചെയ്തു. കണ്ടില്ലേ? ദ ടോട്ടൽ നമ്പർ ഓഫ് 60. ഒരു ചെറിയ ഒരു പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ രണ്ട് നമ്പർ യൂസറിന്റെ നിന്ന് വാങ്ങി, ആ രണ്ട് നമ്പറിന് യൂസറിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തു. അതിനെ സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വെച്ചു. ആ സമ്മിനെ നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ 60 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞത് എ പ്ലസ്, ഈ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓപ്പറേറ്റർ ആണ്. ഇപ്പോ ഇവിടെ നമ്മൾ ഒരു പോർഷൻ ശ്രദ്ധിച്ചോ? ഇവിടെ പ്ലസ്, ഈ ഒരു പ്ലസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. പ്ലസ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണ്. ഇതൊക്കെ ഓരോ ഓപ്പറേറ്റേഴ്സാണ്. നമുക്ക് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ സി പ്രോഗ്രാമിംഗിൽ. ലോജിക്കൽ ഓപ്പറേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, നമ്മുടെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഓരോ പോർഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്ര പോർഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിൽ നോക്കി നോക്കൂ, ഇപ്പൊ 3 നമ്പറിന്റെ ഒരു ആവറേജ് കാണണം. ഓക്കെ അല്ലെ? 3 നമ്പറിന്റെ ആവറേജ് നമുക്ക് എങ്ങനെ കാണാം? ഞാൻ ഇവിടെ വന്നിട്ട് സി 3 വേരിയബിൾ ടു ABG എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ. ഇപ്പൊ എത്ര വേരിയബിൾ ആയി? ABC. കാരണം 3 നമ്പറിന്റെ ആവറേജ് ആണ് നമുക്ക് കാണുന്നത്. പ്ലീസ് എൻ്റർ ദ 3 നമ്പേഴ്സ് നോക്കാം. പ്ലീസ് എൻ്റർ ദ 3 നമ്പേഴ്സ്. ഇനി എന്ത് കൊടുക്കുക? എത്ര നമ്പർ നമ്മൾ യൂസറിൽ നിന്ന് വാങ്ങുന്നത്? 3 നമ്പർ അല്ലേ? അപ്പൊ %d %d %d. എന്നിട്ട് എന്ത് ചെയ്യാം? ആൻഡ് എ ആൻഡ് ബി. ഇനി നമ്മൾ മൂന്നാമത്തെ വാല്യൂസ് ഏതിലാണ് എടുക്കുന്നത്? സിയിലേക്കാണ് എടുക്കുന്നത്, ആൻഡ് സി. അപ്പോ പ്ലീസ് എൻ്റർ ദ 3 നമ്പേഴ്സ് എന്ന് പറയും. ആദ്യത്തെ നമ്പർ ഏതിലേക്ക് വരും? എയിലേക്ക് വരും. രണ്ടാമത്തെ നമ്പർ ബിയിലേക്ക് വരും. മൂന്നാമത്തെ നമ്പർ സിയിലേക്ക് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ആവറേജ് കാണണം. ആവറേജിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം? ABG. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ, ABG. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? A പ്ലസ് ബി പ്ലസ് സി. ഇനി എന്ത് ചെയ്യാം? ബൈ 2. ഈ ബൈ 2 കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബോർഡ് മാസ് റൂൾ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ നോക്കണം കേട്ടോ. ബോർഡ് മാസ് റൂൾ നമുക്ക് ഈ ഒരു കോഡിങ്ങിൽ ബേസിക് മാത്സും ബേസിക് ഇംഗ്ലീഷും മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് കോഡിങ് ചെയ്യാം. ബൈ 2 നമ്മൾ ഓഫ് ഇതാക്കി നമ്മൾ എന്ത് ചെയ്തു? ബൈ 3. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദ ആവറേജ് ഓഫ് നമ്പർ എന്ന് കൊടുക്കാം. ദ ആവറേജ് ഓഫ് 3 നമ്പർ. ഓക്കെ, ജസ്റ്റ് ഇവിടെ നമുക്ക് ABG എന്ന് കൊടുക്കാം. ഇവിടെ ചിലപ്പോൾ ഒരു എറർ ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനത് എന്താന്ന് കൂടിയും പറയാം. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് റൺ ചെയ്തു. പ്ലീസ് എൻ്റർ ദ നമ്പർ 14 17 20. ആവറേജ് നമ്പർ ഓഫ് ദ ആവറേജ് ഓഫ് 3 നമ്പർ 70. ഓക്കെ, ചിലപ്പോൾ മേ ബി നിങ്ങൾ ആവറേജ് ഒക്കെ എന്ത് വരും? പോയിന്റ് വാല്യൂസ് ഒക്കെ വരും.
അപ്പോൾ ഇത് ഇൻറ്റീജർ അല്ലേ, അപ്പോൾ പോയിന്റ് വാല്യൂസ് ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഡാറ്റ ടൈപ്സ് ഉണ്ട്, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര പോർഷൻസ് ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് സമ്മ് കാണാം, നമ്പറിന്റെ, അതേപോലെ തന്നെ ആവറേജ് കാണാം. ചെറിയൊരു എക്സാമ്പിൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ നമുക്ക് ഇൻഡെപ്തിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ ഇന്ന് ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത് ഇന്റ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്സ്, അതേപോലെ തന്നെ എന്താണ് വേരിയബിൾസ്, എങ്ങനെ ഇൻറ്റിജർ വെച്ചിട്ട് എങ്ങനെ ഒരു വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, പ്രിന്റ് എഫ്, സ്കാൻ എഫ്. ഓക്കെ, ഇത്ര പോർഷൻസ് ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു ചെറിയ ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കൊക്കെ ഇതിന്റെ ഓരോരോ പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു നെക്സ്റ്റ് സീരീസിൽ ചെറിയൊരു പ്രോഗ്രാം, ഒരു BMA കാൽക്കുലേറ്റർ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാൽക്കുലേറ്ററിന്റെ പോർഷൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരും. നിങ്ങൾ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ബേസിക് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻട്രസ്റ്റ് വരും. അപ്പൊ ഒരു ഔട്ട്പുട്ട് നിങ്ങളായിട്ട് തന്നെ സ്വന്തം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന സീരീസിൽ നമുക്ക് ഇതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.